ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് കറി വെക്കാൻ ഒരു ചൂര മീനാണ് കിട്ടിയത്. അത് എങ്ങനെയാണ് കണ്ടിച്ച് കറി വെക്കുന്നതെന്ന് നോക്കാം. കത്രിക വെച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കൈ വിരലെല്ലാം ഭയങ്കര വേദന. അതെല്ലാം ആദ്യം കളഞ്ഞതിന് ശേഷം തലയുടെ ചെകളെല്ലാം എടുത്ത് ഞാൻ മീൻ കണ്ടിക്കുന്നത് ഇങ്ങനെയാണ്. വലിയ മീനൊക്കെ ഇങ്ങനെ നെടുക എടുത്ത് മുള്ളില്ലാതെ വട്ടത്തിലും അരിഞ്ഞെടുക്കാം. പക്ഷെ ചൂര മീനും എല്ലാം ഞാൻ ഇങ്ങനെയാണ് കണ്ടിക്കുന്നത്. പിന്നെ കുടലുകളും എല്ലാം എടുത്ത് നല്ലപോലെ വൃത്തിയാക്കണം. നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് പൊരിക്കാനുള്ള പരുവത്തിൽ കണ്ടിച്ച് എടുക്കാം. കറിക്കുള്ളതും കൂടി എടുക്കാവുന്നതാണ്. തിരിച്ച് അടുക്കളയിലോട്ട് പോകാം. ചൂരക്കറി വെക്കുന്നതിന് ഞാൻ ചൂര പീസാക്കി വെച്ചിട്ടുണ്ട്. പൊരിക്കാൻ വേണ്ടിയും മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്നു. കുറച്ച് ചുവന്നുള്ളി തൊലി കളഞ്ഞെടുത്ത്, ചുവന്നുള്ളിയാണ് നല്ലത് സവാളയേക്കാളും. ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി കറി വെക്കുന്നതിന്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിൽ വെച്ചിരിക്കുന്നു. പൊടികൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരിയും പിന്നെ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്താണിത്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത്രയുമാണ് പൊടികൾ ആവശ്യമുള്ളത്. ഒരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഉണ്ടെങ്കിൽ ഉലുവപ്പൊടി ഇടുന്നതാണ് നല്ലത് കറി ആയതിന് ശേഷം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉള്ളി നല്ലവണ്ണം വഴന്നു വരുന്നത് വരെയും ഇളക്കിക്കൊണ്ടിരിക്കും. ഉള്ളി പകുതി വഴന്നു വന്നതിന് ശേഷം പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നല്ലപോലെ വെന്ത് വരുന്നത് വരെ
വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പൊടികൾ എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഇട്ട് കൊടുത്ത ശേഷം തീ കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറാൻ വേണ്ടിയാണ് ഇളക്കി കൊടുക്കുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവിനും എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല രുചിയുള്ള കറിയാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി ഇതിൽ പുളി ഇട്ട് കൊടുക്കുക. നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ പിഴിഞ്ഞിട്ട് കൊടുത്തത്. നല്ലവണ്ണം ഇളക്കി തിളക്കുന്നത് വരെയും വെയിറ്റ് ചെയ്യാം. ഇത് നല്ല രുചിയുള്ള ഒരു പുളിയും മുളകുമാണ്. ചൂരയാണ് ഞാൻ വെക്കുന്നത്. ചൂരയിട്ടാണ് പുളിയും മുളകും വെക്കുന്നത്. ഉപ്പ് ഞാൻ ആദ്യമേ ഇട്ടിട്ടുണ്ട്. ഞാനെല്ലാം നല്ല ബാച്ചിലേഴ്സിനായാലും ആദ്യമായിട്ട് കറി വെക്കുന്നവർക്കായാലും എല്ലാം നല്ല മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും അഭിപ്രായമോ സംശയമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. ഞാൻ മറുപടി ഇട്ട് പറഞ്ഞു തരാം. നല്ല പുളിയും എരിവും എല്ലാം ആവശ്യത്തിനുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഇട്ട് കൊടുക്കും. ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. ചേരുവകളെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എരിവോ എല്ലാം കുറവോ തോന്നുന്നെങ്കിൽ അത് ഇട്ട് കൊടുക്കണം. നല്ല തിളക്കുന്നത് വരെയും വെയിറ്റ് ചെയ്യും. ഇപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് മീൻ പൊരിക്കാൻ പോവുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കും. എണ്ണ ചൂടാകുമ്പോൾ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കാം. മീൻ മൂട്ടി പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം മസാല തേച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയുമാണ് ഞാൻ തേച്ചിരിക്കുന്നത്. തീ കുറച്ച് വെച്ച് കറി നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ സ്പൂൺ വെച്ച് ഒരുപാട് ഇട്ട് ഇളക്കരുത്. ചൂര ആയതുകൊണ്ട് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് വേണം ഇടാൻ. എത്ര പിഴിഞ്ഞാലും ചോര പോണില്ല, പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല പിഴിഞ്ഞെടുത്ത് വേണം കറിയിലിടാൻ. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. മൂടി തുറന്നതിന് ശേഷം ഉപ്പും എരിവും എല്ലാം കറക്റ്റ് നോക്കി ഇപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റാവുന്നതാണ്. മീൻ പൊരിക്കാൻ വെച്ചിരിക്കുന്നത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
നല്ലപോലെ മുരിഞ്ഞ് വരുന്നുണ്ട്. ചൂര ആയതുകൊണ്ട് പൊടിഞ്ഞൊന്നും പോകുന്നില്ല, നല്ലപോലെ ഇളകി വരുന്നുണ്ട്. ഇച്ചിരി ചീഞ്ഞാണെങ്കിൽ ചൂര മീൻ പൊട്ടിപ്പോകും. മീൻ പൊരിച്ചത് ഇവിടെ കറക്റ്റ് പൊരിച്ചതായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. മീൻ പൊരിച്ചത് ആർക്കൊക്കെയാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചൂര പൊരിച്ചത് നല്ല ടേസ്റ്റുള്ള ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇങ്ങനെ കറക്കി കൊടുക്കണം. ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പും എല്ലാം കുറവുണ്ടെങ്കിൽ ഇനി ഇച്ചിരി വറ്റുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉണ്ടാക്കുന്ന ദിവസത്തേക്കാളും പിറ്റേന്ന് എടുക്കുന്നതാണ് നല്ല രുചി. ബാച്ചിലേഴ്സിനായാലും പെട്ടെന്ന് പോകണവർക്കായാലും ഇത് ഉണ്ടാക്കി പിറ്റേന്ന് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എടുത്ത് വെച്ചിട്ട് പോയാൽ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന, പറോട്ടയുടെയും കഴിക്കാൻ, അപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ചൂര മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതെല്ലാവരും ചെയ്ത് നോക്കി എനിക്ക് കമൻറ്റിലൂടെ മറുപടി അയക്കണം. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.